പ്രിയ ഹിമന്ത ബിശ്വ ശർമ്മയെ അറിയില്ലേ? പിന്നെ മാമാജി. ഇഷ്ടമല്ലേ? അതെ, ഇഷ്ടമല്ലേ? അതെ, ഇഷ്ടം. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ, അതായത് അദ്ദേഹത്തെക്കുറിച്ച് വളരെ രസകരമായ എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. പ്രിയം കേട്ടോ എന്നറിയില്ല. അദ്ദേഹം തട്ടിപ്പോണം. ആ തട്ടിപ്പോകാൻ വേണ്ടി കൂടോത്രം ചെയ്തിരിക്കുകയാണ്. ഈ കൂടോത്രം ചെയ്തു എന്ന് പറയുന്നത് മുസ്ലിം സഹോദരന്മാരാണ്, നന്മയുള്ള മുസ്ലിം സഹോദരന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ പറയുന്ന അസമിൻ്റെ മുഖ്യമന്ത്രിയാണ്. നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് BJPയിലേക്ക് എത്തിപ്പെടുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 5 വർഷക്കാലം അസമിനെ എങ്ങനെയാക്കി മാറ്റിയെടുത്തു എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ ഇതിൽ മനം നൊന്നിട്ടുള്ള രണ്ട് മുസ്ലിം സഹോദരന്മാരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ കൂട്ടായിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക്, ദുർമന്ത്രവാദം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇത് പറയുന്നത് ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി ആണ്. അദ്ദേഹത്തിനെതിരെ, അതായത് ഹിമന്തയ്ക്കെതിരെ കൂട്ടായ പ്രാർത്ഥനയും പ്രാകൃതമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ, ഈ ഇസ്ലാമിക ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നാണ് പറയുന്നത്. ഇത് നടത്തിയിരിക്കുന്നത് ജനുവരി 30 ഒരു തവണ നടത്തി. ജനുവരി 30 രാവിലെ മുതൽ 11 മണി വരെ ഇത് നടത്തിയെന്നാണ് പറയുന്നത്. ഫെബ്രുവരി 7 ഉച്ചയ്ക്ക് 12 മണി വരെയും ഇദ്ദേഹം തട്ടിപ്പോണേന്ന് കരുതിയിട്ട് ഈ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടത്തി. ജലാലി ഖത്തം എന്നാണ് ഇവർ ഈ ഒരു ബ്ലാക്ക് മാജിക്കിനെ പറയുന്നത്. അപ്പോൾ ഈ കോഴിക്കാലും ചിക്കനും ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂട്ടമായിട്ടുള്ള ഒരു മാസ് പ്രാർത്ഥനയാണ് നടത്തുന്നത്. ഉദ്ദേശം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 തവണ നടത്തി, അദ്ദേഹത്തിന് ഒന്നും ഏക്കാതിരുന്നപ്പോൾ ഇവരുടെ പദ്ധതി തന്നെ മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ 786 പ്രാർത്ഥന ഇത്തരത്തിൽ സംഘടിപ്പിക്കാനുള്ള ഒരു വമ്പൻ പദ്ധതി തന്നെ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന ദുരാചാരങ്ങളും കാര്യങ്ങളും ഒക്കെ അത് ഏത് മതത്തിൽപ്പെട്ടതുമായിക്കോട്ടെ, നമ്മൾ അതിനെയൊന്നും അനുകൂലിക്കാൻ കഴിയുന്നതല്ല. കാരണം ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന മുസ്ലിം സഹോദരന്മാർ എന്ന് പറയുന്നവർക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവര് ഈ പറയുന്ന മിയ മുസ്ലിമുകളുണ്ടല്ലോ, എപ്പോഴും ശണ്ടയാണല്ലോ. ഹിമന്തയും ഈ മിയ മുസ്ലിം സമൂഹവുമായിട്ട് എപ്പോഴും ശണ്ടയാണ്. അപ്പോൾ ഇവരവിടെ വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്. അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്നൊന്നും പുറകോട്ട് പോയിട്ടില്ല. ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ വേണ്ട. ഇപ്പോൾ ഏതാണ്ട് SIR നടപ്പാക്കി കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തോളം മിയ മുസ്ലിമുകളാണ് അസമിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹം കാരണവും പറയുന്നുണ്ട്. ഇവിടെ ഇവർ നടത്തുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ്. ഇവർ ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണല്ലോ. അപ്പോൾ ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ എല്ലാം ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ SIR നടപ്പാക്കുന്നത്. ഈ SIR നടപ്പാക്കുമ്പോൾ ഇത്രയും പേര് കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പല പച്ചക്കറി ചന്തകളും ഇത്തരത്തിലുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ കുടിയേറി പാർത്തവരാണ്. എന്നിട്ട് ഈ ആസാം ജനതയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി പറ്റില്ല. നമ്മൾ തിരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക. ബാധ ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അസമില് ഹിമന്ത പറയുന്നത് ഈ പറയുന്ന ആളുകൾ, ഈ മിയ മുസ്ലിമുകൾ ഒരു തരത്തിൽ ബാധയാണ്, അസമിനെ ബാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരോട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോഴാണ് ഇവർ നേരെ തിരിച്ച് അദ്ദേഹം മരണപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗോലുമാലുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ 5 വർഷത്തെ ഭരണകാലം ഒന്ന് എടുത്തു നോക്കുക. അസം ഇതുവരെ എങ്ങനെയായിരുന്നു? ഈ 5 വർഷത്തിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു? അദ്ദേഹം അവിടെ CM ആയിട്ട് വന്നതിന് ശേഷം ആസാമി സമൂഹത്തിന് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന മിയ മുസ്ലിമുകൾ എന്ന് പറയുന്ന വിഭാഗം കയ്യേറിയ ഏതാണ്ട് 1.50 ലക്ഷം ബിഗ വനഭൂമിയാണ് അദ്ദേഹം തിരിച്ചു പിടിക്കാനുള്ള നടപടിയെടുത്തത്. അത് മാത്രമല്ല, സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് ഇവർ. അതല്ലാതെ തന്നെ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ ഭൂമിയും ഈ വനഭൂമിയും എല്ലാം കയ്യേറിയിട്ടുള്ളത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളിലേക്ക് ഈ ഭരണകൂടം പോവുകയാണ്. സ്വാഭാവികമായും ഇവരിവിടെ നിന്ന് ഒഴിയുമ്പോൾ എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു വലിയ പ്രകോപനം ഇവർക്കിടയിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ മയക്കുമരുന്ന് ഭീഷണി, ലവ് ജിഹാദ്, പശുക്കടത്ത്, ബഹുഭാര്യാത്വം, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ എല്ലാം തന്നെ ഈ പറയുന്ന ഹിമന്ത വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു തോതിൽ യോഗിയെ കൊണ്ട് പറയുന്നത് പോലെ ഏതാണ്ട് ഒരു പൂർണ്ണ തോതിലേക്ക് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2015
അദ്ദേഹം കോൺഗ്രസ് ഇട്ടെറിഞ്ഞിട്ടിട്ട് ഇനി വേണ്ട, ഇത് മടുപ്പാണ്, കാരണം ഇവർ പറയുന്നതൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുരനുഭവം കൂടി ഇതിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് BJP-യിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു സാധാരണ BJP പ്രവർത്തകർ പറയുന്നതിനേക്കാൾ കൂടുതൽ കാർക്കശ്യത്തോടു കൂടി ഈ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതാണ്. ഇപ്പൊ ഏകീകൃത സിവിൽ കോഡായാലും CAA കാര്യങ്ങളൊക്കെ ആയാലും തന്നെയും അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൽ വിട്ടുവീഴ്ചയില്ല. ആരതിനു വേണ്ടി വന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞാലും അദ്ദേഹം പറയും, ഒന്ന് പോടവേ, ഇതൊന്നും എൻ്റെ അടുത്ത് വില പോകില്ല എന്ന് പറയുന്നുണ്ട്. അത് പലപ്പോഴും പല മുഖ്യമന്ത്രിമാർക്കും നടപ്പാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. യോഗിയും ഹിമന്തയും ഒക്കെ വേറിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, യോഗി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു UP? ഈ സകലമാന എന്താ പറയാ ഈ പറയുന്ന സംഘങ്ങളും, അതായത് സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളും അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു അത്. എത്രയോ വലിയ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിനെ മുഴുവനും ഇപ്പോൾ കഴിഞ്ഞ ഇടക്ക് നമ്മൾ പറയുകയുണ്ടായില്ലേ, യോഗിക്കെതിരെ പ്രവർത്തിച്ച, അതായത് യോഗി പറയുന്നുണ്ട്, കോർട്ടിനോട് പറയുന്നുണ്ട്, ഗുണ്ടകളുടെ പണിയെടുത്താൽ പോലീസുകാർ അവരുടെ പണിയെടുക്കും. അതായത് തോക്കെടുക്കേണ്ടടുത്ത് തോക്കെടുക്കും, മുട്ടിന് താഴെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് ഒരു കോടതിയോട് പോലും പറയാൻ ആർജവമുള്ള ഒരു സന്യാസി വര്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ പറയുന്ന 2 സ്റ്റേറ്റുകളിലും ഇതിനപ്പുറവും നമ്മൾ എടുത്തു നോക്കിയ ഒരുപാട് പേര് ഉദാഹരണങ്ങളായിട്ട് പറയാനുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് ഹിമന്തയുടെ കാര്യമായതുകൊണ്ടും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത് യോഗിയുടെ കാര്യമായതുകൊണ്ടുമാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന 2 പേരാണല്ലോ ഇവർ. അപ്പൊ ഇവർ പറയുന്നത് ഈ ജലാലി ഖതം നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇസ്ലാമിക ജിഹാദിനെതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമന്ത കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്ന് വേണം ഈ ഒരു പ്രകോപനം ഉണ്ടാകുന്നതിനെതിരെ പറയുന്നത്. ഇനി ഈ ചെയ്തു വച്ച ഈ പറയുന്ന ദുർമന്ത്രവാദം ചെയ്തു എന്ന് പറയുന്ന ഇവരുടെ പേരുകൾ കൂടി പറയണം. ഗോൾപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ബലദ് മാരി ച ബഗൽ എന്ന് പറയുന്ന മസ്ജിദ് ഉണ്ട്. ഈ മസ്ജിദിലെ ഇമാമായിട്ടുള്ള ഹാഫിസ് അസിഖുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വിദ്വാനും കൂട്ടാളിയായിട്ടുള്ള ഹാഫിസ് ഇസ്മയിൽ ഹുസൈനും ചേർന്നിട്ടാണ് ഈ 2 തവണയായിട്ട് ഇത് നടത്തിയിട്ടുള്ളത്. ഒരു പക്ഷെ ഇവരുടെ പ്രേരണയിലാകാം ഇത്രയും വലിയൊരു രീതിയിൽ, ഇത്രയും വലിയൊരു കൗണ്ട് നമ്മൾ പറഞ്ഞല്ലോ, 786 ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി ആണ്. അവർ കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവർ പുറം ലോകത്തോട് പറഞ്ഞു എന്നുള്ളത്. ഒരു പക്ഷേ ഇക്കാര്യങ്ങളൊന്നും രസകരമാണെങ്കിലും പക്ഷെ അവിടെ ഉണ്ടാകുന്ന വിദ്വേഷം എത്രത്തോളമാണ്, അതായത് ഒരു കൃത്യമായ നടപടി ഒരു ഭരണകൂടം എടുക്കുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ ഇവർ എന്തെല്ലാം ചെയ്യും. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വാളെടുത്തും അല്ലാതെയും സ്ഫോടനം നടത്തിയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന രീതികളാണ്. അപ്പോൾ ഈ പറയുന്ന രീതികളൊന്നും വിലപ്പോകില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ന് ഇരിക്കട്ടെ, മുടിഞ്ഞു പോകട്ടെ ഈ പറയുന്ന ഹിമന്ത എന്ന് പറയാം, അല്ലെങ്കിൽ തട്ടിപ്പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന സംഘടിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, കൂടോത്രത്തിലേക്കൊക്കെ ഈ പറയുന്ന ഇവന്മാർ, ഈ കേമന്മാർ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ സാമൂഹ്യ വിരുദ്ധർ മുഴുവനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഒരുങ്ങിയ ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ഇത് പക്ഷേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത പടി എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയൊരു നീക്കത്തിലേക്ക് പോകാം. ഇതിപ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ വളരെ രസകരമായിട്ടൊക്കെ പറഞ്ഞു പോകുമ്പോഴും അടുത്ത പടി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കടന്ന കൈയായിട്ട്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ കലാപത്തിനുള്ള ആഹ്വാനങ്ങളോ ഒക്കെ നിലവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതു മനുഷ്യനും ഈ പറയുന്നത് പോലെ കലാപത്തിലേക്കൊക്കെ ആഹ്വാനം കൊടുക്കാനായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് അവിടെ സ്വാധീനമുണ്ട്. കാരണം 5 ലക്ഷം പേരാണ് ഇത് SIR-ൽ മിയ മുസ്ലിമുകളിൽ നിന്ന് പുറത്താകുന്നത്. അപ്പൊ 5 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. അവർ ഒരുമിച്ച് പ്രവർത്തിച്ച് പലയിടങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്ന് കൂടി അസം ഭരണകൂടം കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങൾ കൂടി ഈ വിദ്വാൻമാർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രിയനോട് പറയാൻ വന്ന കാര്യം.